റിച്ചാർഡിനൊന്ന് വിളിക്കൂ പ്ലീസ്. ഇറ്റ് ഈസ് വെരി അർജൻറ്റ്. മൊബൈലിലൂടെ വീണ്ടും ഇൻസ്പെക്ടർ ജഹാംഗീറിൻ്റെ അഭ്യർത്ഥന വന്നു. റിച്ച് ഇവിടെ ഇല്ല, പെട്ടെന്ന് സിതാര പറഞ്ഞു. എവിടെ പോയി? ഡ്യൂട്ടിക്ക്. ഇപ്പോൾ മുംബൈ ഫ്ലൈറ്റിലായിരിക്കും. നാളെ അവിടുന്ന് ആംസ്റ്റർഡാമിലേക്ക് പോകും. ഒരു നിമിഷത്തെ നിശബ്ദത. അപ്പോൾ എന്താണ് മിസ്റ്റർ റിച്ചാർഡിന് ജോലി? ഇൻസ്പെക്ടർ ജഹാംഗീർ അന്വേഷിച്ചു. ബ്രിട്ടീഷ് എയർവേസിൽ പൈലറ്റാണ്, അവൾ പറഞ്ഞു. ഓ, അപ്പോഴാണ് ശ്രേയ അവിടേക്ക് വന്നത്. ആരാ മോളെ? റിച്ചിക്ക മമ്മി, വൺ ഇൻസ്പെക്ടർ ഫ്രം കേരള, അവൾ പറഞ്ഞത് കേട്ട് ശ്രേയ ഒന്ന് ഞെട്ടി. മോൾ അതിങ്ങത്താ, മമ്മി സംസാരിക്കാം. ശ്രേയ കൈനീട്ടി. മടിയൊന്നും കൂടാതെ സിതാര മൊബൈൽ അവർക്ക് കൊടുത്തു. ഹലോ. മൊബൈൽ ചെവിയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്രേയ മെല്ലെ സ്റ്റെയർ കേസ് ഇറങ്ങി. മാഡം, ഐ ആം ഇൻസ്പെക്ടർ ജഹാംഗീർ ഫ്രം കേരള പോലീസ്. എനിക്ക് മിസ്റ്റർ റിച്ചാർഡിനൊന്ന് കിട്ടണം. ആൾ സ്ഥലത്തില്ലെങ്കിൽ കോൺട്രാക്ട് നമ്പർ തന്നാലും മതി. ഞാൻ വിളിച്ചോളാം. ഇറ്റ് ഈസ് വെരി അർജൻറ്റ്, ഇൻസ്പെക്ടർ ജഹാംഗീർ വീണ്ടും പറഞ്ഞു. റിച്ചാർഡ് ഇപ്പോൾ ഫ്ലൈറ്റിലാണ് സർ. ഹീ ഈസ് എ പൈലറ്റ്. ഡ്യൂട്ടിയിൽ അവൻ ഒഫീഷ്യൽസ് കോൾസ് അല്ലാതെ വേറൊന്നും അറ്റൻഡ് ചെയ്യുകയില്ല. ഐ ആം ഹിസ് മദർ. കാര്യം എന്നോട് പറയാവുന്നതാണ്. വിരോധമില്ല. സിത്താര എന്ന പെൺകുട്ടിയുടെ ഫാമിലിയെ തിരക്കി കഴിഞ്ഞ ആഴ്ച റിച്ചാർഡ് കൊച്ചിയിൽ വന്നിരുന്നല്ലോ. ഇവിടുന്ന് കാണാതായ സിത്താരയെയാണ് നിങ്ങൾക്ക് അവിടെ കിട്ടിയിരിക്കുന്നതെന്ന് സംശയമുണ്ട്. സന്തോഷിനെ റിച്ചാർഡ് ഏൽപ്പിച്ച ഫോട്ടോ എങ്ങനെയോ നഷ്ടപ്പെട്ടു. എത്രയും വേഗം ഒരു പുതിയ ഫോട്ടോ എനിക്ക് കിട്ടണം. ശ്രേയ അമ്പരന്നു. കഴിഞ്ഞ ആഴ്ച ചെന്നൈയിൽ പോവാണെന്ന് പറഞ്ഞ റിച്ചാർഡ് പോയത് കൊച്ചിയിലേക്കായിരുന്നു. അതും സിത്താരയുടെ അച്ഛനമ്മമാരെ കണ്ടുപിടിക്കാൻ. എന്തൊരു മണ്ടത്തരമാണ് അവൻ ചെയ്തത്. പക്ഷേ സാർ, അത് എന്തു പറയണമെന്നറിയാതെ ശ്രേയ പകച്ചു. ഞങ്ങളുടെ ഫയലിൽ സിത്താരയുടെ ഫോട്ടോയുണ്ട്. നിങ്ങൾ ഫോട്ടോ അയച്ചു തന്നാൽ ഒത്തുനോക്കാം. അല്ലെങ്കിൽ അവളുടെ അമ്മയെ കാണിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാം. രണ്ടും ഒരാൾ തന്നെയാണെങ്കിൽ ആ കുട്ടിയെ ഉടൻ നിങ്ങൾ കേരള പോലീസിന് കൈമാറണം, ജഹാംഗീർ പറഞ്ഞു. അയച്ചു തരാം സാർ, ഗത്യന്തരമില്ലാതെ ശ്രേയ സമ്മതിച്ചു. തപാലിൽ അയക്കേണ്ട, കിട്ടാൻ വൈകും. എൻ്റെ ഇമെയിൽ ID ഞാനിപ്പോൾ മൊബൈലിലേക്ക് അയച്ചു തരാം. ഇന്ന് തന്നെ ഫോട്ടോ എനിക്ക് മെയിൽ ചെയ്യണം, ഓക്കെ? ശ്രേയയ്ക്ക് മറുപടി പറയാൻ കഴിയും മുമ്പേ ജഹാംഗീർ ഫോൺ കട്ട് ചെയ്തു. ശ്രേയ തരിച്ചു നിന്നു. ഫോട്ടോ അയച്ചു കൊടുക്കാതിരിക്കാം, പക്ഷേ അവർ ഒരു ദിവസം അവൾ അന്വേഷിച്ചിവിടെ വന്നാലോ? കൊച്ചി യാത്ര എന്തിനു റിച്ചി മറച്ചു വെച്ചു? ഓഫീസിലായിരുന്നു അപ്പോൾ അയാൾ. ഉടൻ തന്നെ ശ്രേയ ഫോണെടുത്ത് നിക്കോളാസിനെ വിളിച്ചു. വിഷമിക്കരുത് ശ്രേയ, അവൾ നമ്മുടേതല്ല, മറ്റാരുടെയോ മകളാണ്. യഥാർത്ഥ അപ്പനമ്മമാരുടെ അടുത്തേക്ക് തന്നെ അവൾ ചെല്ലട്ടെ. ഇൻസ്പെക്ടർ വിളിച്ച കാര്യം അറിയിച്ചപ്പോൾ അതായിരുന്നു നിക്കോളാസിൻ്റെ പ്രതികരണം. പക്ഷേ എനിക്ക് അവളെ നഷ്ടപ്പെടാൻ വയ്യ നിക്കി. ദൈവമാണ് നമുക്ക് അവളെ കൊണ്ടു തന്നത്. ഞാൻ അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല. ശ്രേയ കരഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചു. നോ, ഇന്ന് തന്നെ സിത്താരയുടെ ഫോട്ടോ അയച്ചു കൊടുക്കണം. പോലീസ് വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിലും നല്ലത് നമ്മൾ തന്നെ അവളെ കൊണ്ടുചെന്ന് വീട്ടിൽ ഏൽപ്പിക്കുന്നതാണ്. ശ്രേയ മെല്ലെ ഫോൺ വെച്ചു. സിത്താരയുടെ ഫോട്ടോ എടുക്കാനായി അവൾ ആൽബം തുറന്നു. ഇന്ന് തന്നെ ഒരെണ്ണം ഇമെയിലായി ഇൻസ്പെക്ടർ ജഹാംഗീറിന് അയച്ചു കൊടുക്കാം. അവൾ ആൽബത്തിൻ്റെ പേജുകൾ ഓരോന്നായി മറിച്ചു. ജനറൽ ഹോസ്പിറ്റലിൻ്റെ സമീപത്തുള്ള മോഡേൺ ഡയഗ്നോസിസ് ലാബറട്ടറിയുടെ മുമ്പിൽ ചെന്ന് കാർ നിന്നു. കാറിൽ നിന്ന് ഇറങ്ങാതെ ദീപ്തി ഒരു നിമിഷം സംശയിച്ചു. ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഇരുന്നു. ആരെങ്കിലും കണ്ടാൽ? ഇല്ല, ഒന്നും മനസ്സിലാവത്തില്ല. അവൾ കാറിൻ്റെ ഡോർ തുറന്നു ഹാൻഡ് ബാഗുമായി പുറത്തേക്കിറങ്ങി. 3 നില കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിലായിരുന്നു ലാബ് പ്രവർത്തിച്ചിരുന്നത്. അടഞ്ഞുകിടന്ന കണ്ണാടി വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറി. ചെറിയ ഒരു ഹാൾ, ഒരറ്റത്ത് കൗണ്ടർ. കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നന്നായി വേഷം ധരിച്ച ഒരു ചെറുപ്പക്കാരി കാത്തിരിക്കുന്നു. എതിർവശത്ത് നിരയായിട്ട കസേരകളിൽ ധാരാളം പേർ കാത്തിരുന്നു. ഹാളിലുണ്ടായിരുന്ന TV-യിലാണ് മിക്കവരുടെയും കണ്ണ്. ടെസ്റ്റ് ചെയ്യാൻ വന്നവരും റിസൾട്ടിന് കാത്തിരിക്കുന്നവരും ആകണം അവർ എന്ന് ദീപ്തിക്ക് തോന്നി. അവൾ കൗണ്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു. പ്രഗ്നൻസി ടെസ്റ്റിന്, അവൾ മെല്ലെ പറഞ്ഞു. ചെറുപ്പക്കാരി അവളെ നോക്കി. കുട്ടിക്കാണോ? അല്ല, എൻ്റെ ചേച്ചിക്കാണ്, പെട്ടെന്ന് ദീപ്തി പറഞ്ഞു. ചേച്ചി വരേണ്ടി വരും. സാമ്പിൾ യൂറിൻ വേണം. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മാഡം. ഹാൻഡ് ബാഗ് തുറന്ന് നന്നായി പാക്ക് ചെയ്ത ഒരു ചെറിയ ബോട്ടിലെടുത്ത് അവൾ കൗണ്ടറിൽ വെച്ചു. എന്താണ് ചേച്ചിയുടെ പേര്? പറയേണ്ടുന്ന പേര് നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ധന്യ. ചെറുപ്പക്കാരി കമ്പ്യൂട്ടറിൽ പേരടിച്ച് പ്രിൻറ്റിൽ ഒരു ബില്ലടിച്ച് അവൾക്ക് കൊടുത്തു. ദീപ്തി ബാഗിൽ നിന്ന് പണമെടുത്ത് കൊടുത്തു. ഈ ബില്ലുമായിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വന്നാൽ റിസൾട്ട് കിട്ടും. ദീപ്തി ഒന്ന് ആലോചിച്ചു. ലാബറട്ടറിയിൽ അരമണിക്കൂർ കാത്തിരിക്കാൻ വയ്യ. അവൾ പുറത്തേക്കിറങ്ങി കാറിനടുത്തേക്ക് ചെന്നു. ഒന്ന് ചുറ്റിയടിച്ചിട്ട് വരാം. എങ്ങോട്ട്? ഒരു ഐസ്ക്രീം കഴിക്കാൻ 15-20 മിനിറ്റ് എടുക്കും. വേണമെങ്കിൽ അത് 30 മിനിറ്റ് ആക്കാം. അവൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി കാർ ഓടിച്ചു. അധികം പോകേണ്ടി വന്നില്ല വൃത്തിയുള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാൻ. ഒഴിഞ്ഞ ഒരു ടേബിൾ കിട്ടി. ഐസ്ക്രീം. യൂണിഫോം ധരിച്ച ബോയ് വന്നപ്പോൾ അവൾ ഓർഡർ കൊടുത്തു. ചോക്ലേറ്റ്? അവൻ ചോദിച്ചു. നോ, വാനില. പയ്യൻ പോയി. ദീപ്തി ബാഗിൽ നിന്ന് മൊബൈൽ എടുത്തു. രാജീവേട്ടൻ ഇപ്പോൾ ഏതെങ്കിലും മീറ്റിങ്ങിലായിരിക്കുമോ? ഒരു ഭാഗ്യപരീക്ഷണം. രണ്ടാമത്തെ ബെല്ലിന് രാജീവ് ഫോൺ എടുത്തു. ഹലോ ദീപ്തി. ബിസിയല്ലല്ലോ? അല്ല. നീ എവിടെയാണിപ്പോൾ? അയാൾ ചോദിച്ചു.
പയ്യൻ ഐസ്ക്രീം കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചു. ഞാനൊരു ഐസ്ക്രീം പാർലറിലാണിപ്പോൾ, ജനറൽ ഹോസ്പിറ്റലിനടുത്ത്. ഫ്രണ്ട്സുണ്ടോ? സംശയത്തോടെ അയാൾ ചോദിച്ചു. ഇല്ല, എലോൺ. തനിച്ചോ? വാട്ട് ഹാപ്പൻഡ്? വിശ്വാസം വന്നില്ല രാജുവിന്. റിസൾട്ട് കിട്ടാൻ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. വേറെന്താ മാർഗം? ലാബിൽ ചെന്ന് സാമ്പിൾ ടെസ്റ്റിന് കൊടുത്ത കാര്യം അവൾ അയാളോട് പറഞ്ഞു. നിനക്ക് ടെൻഷനുണ്ടോ ദീപ്തി? അയാൾ ചോദിച്ചു. ഒട്ടുമേ ഇല്ല. അതെന്താ? റിസൾട്ട് എന്തായാലും എനിക്ക് നേരിട്ട് കണ്ടു പറയാനാണ് ഇഷ്ടം. ഞാൻ നേരെ ഓഫീസിലേക്ക് വരാം. അത് വേണ്ട, അയാൾ പെട്ടെന്ന് പറഞ്ഞു. പിന്നെ? ഞാൻ കവടിയാറിലേക്ക് പോവാണ്, വീട്ടിലുണ്ടാവും. അവൾക്ക് സന്തോഷമായി. എനിക്കും അതാണിഷ്ടം. ഞാൻ അവിടെ വരുമ്പോൾ രാജുവേട്ടൻ തനിച്ചായിരിക്കണം. ഓക്കെ, നേരെ വന്നോളൂ. അരമണിക്കൂർ സമയമെടുത്താണ് ദീപ്തി ഐസ്ക്രീം കഴിച്ചത്. അവൾ സാവധാനം ഇറങ്ങി ചെന്ന് കാറിൽ കയറി. റിസൾട്ട് റെഡിയായി കാണിപ്പോൾ. ലാബിൻ്റെ മുമ്പിൽ ചെന്ന് കാർ നിന്നു. അവൾ കൗണ്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു. അവളെ കണ്ടപ്പോൾ തന്നെ ചെറുപ്പക്കാരി പുഞ്ചിരിയോടെ ഒരു കവറെടുത്ത് നീട്ടി. ചേച്ചിയോട് എൻ്റെ കൺഗ്രാറ്റ്സ് പറയണം. അനിയത്തിക്ക് ചെലവ് ചെയ്യണമെന്നും. റിസൾട്ട് എന്താണെന്ന് ദീപ്തിക്ക് പെട്ടെന്ന് മനസ്സിലായി. താങ്ക്സ്, അവൾ പറഞ്ഞു. കവടിയാറിലേക്ക് കാർ ഓടിക്കുമ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. താനിപ്പോൾ ഒരു വ്യക്തിയല്ല, തൻ്റെ ശരീരത്തിനുള്ളിൽ വേറൊരാൾ കൂടിയുണ്ട്, തൻ്റെ കുഞ്ഞ്. ശബ്ദം താഴ്ത്തി അവൾ ഇഷ്ടപ്പെട്ട ഒരു ഹിന്ദി സിനിമാ ഗാനം മൂളി. വില്ലയിൽ ചെന്നപ്പോൾ ഗേറ്റ് തുറന്ന് കിടക്കുന്നു. പോർച്ചിൽ രാജുവിൻ്റെ കാറുണ്ട്. അവൾ ഹാൻഡ് ബാഗുമായി വേഗം ഇറങ്ങി. അപ്പോഴേക്ക് രാജീവ് വാതിൽ തുറന്നു പുറത്തേക്ക് വന്നു. അവർ മുഖാമുഖം നോക്കി ഒരു നിമിഷം നിന്നു. എൻ്റെ ബാഗിൽ റിസൾട്ടുണ്ട്. എന്തായിരിക്കും അതെന്ന് ഊഹിക്കാൻ കഴിയുമോ രാജുവേട്ടന്? പുഞ്ചിരിയോടെ അവൾ ചോദിച്ചു. പോസിറ്റീവ് ആയിരിക്കണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അയാൾ സത്യം പറഞ്ഞു. എങ്കിൽ നേരിട്ട് തന്നെ അറിഞ്ഞോളൂ. അവൾ ബാഗിൽ നിന്ന് കവറെടുത്ത് അയാൾക്ക് നീട്ടി. അയാൾ അത് വാങ്ങി റിസൾട്ട് എടുത്ത് നോക്കി. പെട്ടെന്ന് രാജുവിൻ്റെ മുഖം പ്രസന്നമായി. അപ്പോൾ എൻ്റെ പ്രയത്നം പാഴായില്ല. അയാൾ മുഖമുയർത്തി അവളെ നോക്കി. ഇപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചതൊന്ന് ഉമ്മ വയ്ക്കാൻ തോന്നുന്നില്ലേ രാജുവേട്ടന്? നമുക്ക് സീരിയസ് ആയ വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അയാൾ പറഞ്ഞു. ദീപ്തി നിരാശ അഭിനയിച്ചു. വേറെന്ത് കാര്യങ്ങൾ? നിനക്ക് ഡാഡിയോട് സംസാരിക്കണ്ടേ നമ്മുടെ കല്യാണക്കാര്യം? ഞാനത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഡേറ്റ് തീരുമാനിച്ചാൽ മാത്രം മതി. ഞാനാണ് നീ കണ്ടുവച്ചിരിക്കുന്ന ആളെന്ന് ഡാഡിക്കറിയാമോ? ഉത്കണ്ഠയോടെ രാജീവ് അവളെ നോക്കി. ഇനി അതുമാത്രം പറഞ്ഞാൽ മതി, അവൾ അറിയിച്ചു. എങ്കിൽ ഇപ്പോൾ തന്നെ വിളിച്ചു പറയൂ, അയാൾ ആവശ്യപ്പെട്ടു. ഫോണിൽ കൂടി പറഞ്ഞാൽ ശരിയാവത്തില്ല. ഡാഡിയുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ പറ്റില്ലല്ലോ. നേരിൽ കണ്ടു വേണം പറയാൻ. പെട്ടെന്ന് രാജുവിൻ്റെ മൊബൈൽ ശബ്ദിച്ചു. അയാളൊന്ന് ഞെട്ടി. മിസ് താരാമാധവ് ആയിരിക്കുമോ വിളിക്കുന്നത്? ദീപ്തിയുമായി ഒന്നിച്ചിരിക്കുമ്പോഴൊക്കെ അവൾ വിളിക്കാറുണ്ട്, ഒരു തരം ടെലിപ്പതി പോലെ. രാജീവ് ഫോൺ എടുത്ത് നോക്കി. എറണാകുളത്തുള്ള ഒരു ലാൻഡ് ഫോണിൽ നിന്നാണ് വിളി വന്നുകൊണ്ടിരിക്കുന്നത്. ഹലോ, അയാൾ ആ കോൾ എടുത്തു. മിസ്റ്റർ രാജീവ്? ഒരു പുരുഷസ്വരം ചോദിച്ചു. യെസ്, ഐ ആം ഇൻസ്പെക്ടർ ജഹാംഗീർ. മറന്നിട്ടില്ലല്ലോ എന്നെ? രാജീവ് ഒന്ന് പകച്ചു. എന്താ സാർ ഇപ്പോൾ? അയാൾ ചോദിച്ചു. ഒരു പുതിയ ഡെവലപ്മെൻറ്റ്. കൊച്ചിയിൽ നിന്ന് മിസ്സിംഗ് ആയ സിത്താര ഇപ്പോൾ മംഗലാപുരത്തുണ്ട്. അവളുടെ ഫോട്ടോ ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിലുണ്ട്. 10 മിനിറ്റ് മുമ്പാണ് ഇമെയിലായി അത് വന്നത്. രാജീവ് ഒന്ന് ഞെട്ടി. പക്ഷേ സാർ, അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ടോ? മരിച്ചവർ പലരും തിരിച്ചു വന്ന കഥകൾ എനിക്കറിയാം. കഴിയുന്നതും വേഗം കൊച്ചിയിലേക്ക് വരൂ. രാജീവ് ഫോട്ടോ കണ്ടിട്ട് ബാക്കി കാര്യം. സാധിച്ചാൽ ഇന്ന് തന്നെ ഇങ്ങോട്ട് വരൂ. പെട്ടെന്ന് ഫോൺ കട്ടായി. ആരാ രാജീവേട്ട വിളിച്ചത്? ദീപ്തി ചോദിച്ചു. അയാൾ അവളെ മിഴിച്ചു നോക്കി.